പ്രധാനപ്പെട്ട വാർത്ത, യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഈ മാസം ED കുറ്റപത്രം സമർപ്പിക്കും. ജാസ്മിൻ ഷാ, ഭാര്യ ഷബന അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം വരിക. ജാസ്മിൻ ഷായുടെയും ഭാര്യയുടെയും അടക്കം പേരിലുള്ള 1.44 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ജാസ്മിൻ ഷാ സംഘടനയുടെ ദേശീയ പ്രസിഡന്റായിരിക്കെയാണ് തട്ടിപ്പ് നടന്നത്. അംഗത്വ വരിസംഖ്യയും ഫണ്ടും ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, യുഎൻഒയുടെ നേതൃത്വത്തിൽ ഈ നഴ്സുമാർക്ക് വേണ്ടുന്ന ന്യായമായ വേതനം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരം നടക്കുന്നതിനിടയിലാണ് യുഎൻഒയുടെ തലപ്പത്ത് തന്നെയുള്ള ജാസ്മിൻ ഷായ്ക്കെതിരെ EDയുടെ നീക്കം. സ്വത്ത് കണ്ടുകെട്ടി ED ജാസ്മിൻ ഷായ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കും എന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ജാസ്മിൻ ഷായും ഭാര്യയെയും പ്രതി ചേർത്താണോ കുറ്റപത്രം തയ്യാറാകുന്നത്? അരുൺകുമാർ, അത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. എന്തായാലും ജാസ്മിൻ ഷാ, ഭാര്യ ഷബ്ന അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം ഈ മാസം തന്നെ സമർപ്പിക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 2017-19 കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. UNAയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു ജാസ്മിൻ ഷാ. അങ്ങനെ ജാസ്മിൻ ഷാ ദേശീയ പ്രസിഡന്റായിരുന്ന സമയത്ത് അംഗത്വ വരിസംഖ്യയും ഫണ്ടും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അങ്ങനെ തട്ടിയെടുത്ത പണം ഈ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും തുടർന്ന് പ്രതികൾ ഈ ഫണ്ട് ഉപയോഗിച്ച്, ഈ തുക ഉപയോഗിച്ച് വാഹനങ്ങളുടെ ലോൺ അടയ്ക്കാനും സ്വത്തുക്കൾ വാങ്ങാനും ഉപയോഗപ്പെടുത്തിയെന്നുള്ളതായിരുന്നു EDയുടെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ ഷാ, ഭാര്യ ഷബ്ന, ഒപ്പം തന്നെ ഭാരവാഹികളായിരുന്ന 2 പേർ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നത്. 1.44 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലെ ഭൂമികളും ഫ്ളാറ്റ് അടക്കമുള്ള വസ്തുക്കളാണ് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിക്കും. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശങ്ക വേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം ഈ LPGയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ആശങ്ക വേണ്ടതില്ല എന്നൊക്കെ നമുക്കിങ്ങനെ പറയാൻ പറ്റും. അരുൺ, രാവിലെ മുതൽ ഈ TV ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവ് വാർത്ത അല്ലെങ്കിൽ കാണുന്നത്. 11 മണിക്ക് ഓഫ് ചെയ്യും. മിക്കവാറും എല്ലാവരും പറയുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകർ.